ഹായ് ഫ്രണ്ട്സ്, ട്രേസ്കേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രേസ്കേറ്റീവ് ചെയ്യുന്ന S3 മാത്തമാറ്റിക്സിന്റെ ഒരു ഓൺലൈൻ ക്രാഷ് കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാനായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ക്ലാസ് 2 ബാച്ചായിട്ടാണ് നടത്തുന്നത്. ബാച്ച് 1, ബാച്ച് 2. അപ്പോൾ ബാച്ച് 1ന്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 16 മുതൽ 19 വരെയാണ്. ഞാനിവിടെ ഡീറ്റെയിൽഡ് ടൈം ടേബിൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാം ലൈവ് ക്ലാസ് ആണ്. ഓരോ ലൈവിന് ശേഷവും നിങ്ങൾക്ക് റെക്കോർഡർ സെഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് വല്ല മിസ്സായാലും നിങ്ങൾക്ക് റെക്കോർഡർ സെഷൻ കിട്ടുന്നതായിരിക്കും. ഇവിടെ നോക്കുക, 16-ാം തീയതിത്തെ ടൈം ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ദിവസം മാത്രം 10 മണിക്കൂറിന്റെ ലൈവ് ക്ലാസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സെക്കൻഡ് ഡേയും അതേപോലെ തന്നെ 10 മണിക്കൂറാണ്. ഓക്കെ. പിന്നെ 18-ാം തീയതി നോക്കുമ്പോഴത്തേക്ക് ഒരു 1.5 മണിക്കൂറിന്റെ കുറവുണ്ട്. അതായത് 4:30 മുതൽ 6 വരെ ഉള്ളത് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. 19-ാം തീയതി നമ്മുടെ ക്ലാസ് ഉച്ചയ്ക്ക് ശേഷമാണ് വരുന്നത്. ഏകദേശം ഒരു 32 മണിക്കൂർ, 32 പ്ലസ് അവേഴ്സിന്റെ ലൈവ് ക്ലാസ് ആണ് നിങ്ങൾക്ക് 800 രൂപ ഫീസിൽ കിട്ടുന്നത്. എക്സാം ഓറിയന്റഡ് ആണെന്ന് പറയുമ്പോൾ പോലും നമ്മുടെ ക്ലാസ്സിനകത്ത് നിങ്ങൾക്ക് 5 മൊഡ്യൂളിൽ 4 മൊഡ്യൂൾ ഫുൾ ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. 4 മൊഡ്യൂൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് പഠിപ്പിക്കുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു 15 മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിലാണ് പഠിപ്പിക്കുന്നത്. ബാക്കിയുള്ളതിൽ എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ടുണ്ട്. ഡിജിറ്റൽ ബോർഡിൽ എഴുതിയാണ് പഠിപ്പിക്കുന്നത്. അത് ഞാനിപ്പോൾ ഒരു ഡെമോ ക്ലാസ് ഞാനിപ്പോൾ ഇതിന്റെ കൂടെ തന്നെ ചെയ്യുന്നുണ്ട്. അത് ഞാൻ കാണിക്കാം. അപ്പൊ അത് കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ ഫീസ് അടയ്ക്കാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇനി ബാച്ച് 2-ലാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമെങ്കിൽ ബാച്ച് 2-ന്റെ ഡേറ്റ് കൂടി ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാച്ച് 2 തുടങ്ങുന്നത് ജൂൺ 20 മുതൽ 23 വരെയാണ്. ജൂൺ 20, 21, 22 തീയതികളിൽ രാവിലെ 9:30 മുതൽ രാത്രി 11:30 വരെ ക്ലാസ് ആണ്. ഇടയ്ക്ക് ഇടവേളകളുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾക്ക് ബ്രേക്ക് ഒക്കെ തന്നിട്ടുള്ള ക്ലാസ് തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ വരുവാണെങ്കിൽ, ചെറിയ എന്തെങ്കിലും സംശയങ്ങളാണെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ തന്നെ ചോദിക്കാവുന്നതാണ്. ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. വലിയ എന്തെങ്കിലും സംശയങ്ങളാണെങ്കിൽ നമ്മുടെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ജൂൺ 20, 21, 22 തീയതിയിൽ ഫുൾ ഡേ ക്ലാസ് ആണ് നോക്കുക. ജൂൺ 23-ാം തീയതി നമ്മളൊരു 8:30 മുതൽ 11:30 വരെയാണ്. ചിലപ്പോൾ അത് നേരത്തെ ആക്കാം. സ്റ്റുഡൻസിന്റെ ആവശ്യപ്രകാരം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ 6 മണി മുതൽ ഒരു 8 മണി വരെ ആക്കി തരാം. അപ്പൊ നിങ്ങൾ കുറേയും കൂടെ സമയം ഒന്ന് റിവൈസ് ചെയ്യാൻ കിട്ടുന്നതായിരിക്കും. S3 മാത്തമാറ്റിക്സ് പാസ്സാക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മൊഡ്യൂൾ 3, 4, 5 ഇത് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പാസ് മാർക്ക് ഉറപ്പാണ്. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മൊഡ്യൂളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപ് നിങ്ങൾ പഠിച്ചിട്ടുള്ള മാത്തമാറ്റിക്സിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വേണ്ടി വരുന്നില്ല. അതേസമയം ഫസ്റ്റ് മൊഡ്യൂൾ നിങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് S2 മാത്തമാറ്റിക്സിലെ ഡിഫറൻഷ്യലിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണം. അപ്പോൾ ഡിഫറൻഷ്യലിന്റെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞ് ഫസ്റ്റ് മൊഡ്യൂൾ നിങ്ങൾക്ക് സെറ്റ് ആയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സെക്കൻഡ് മൊഡ്യൂളിലെ അതിന്റെ ആപ്ലിക്കേഷൻ ലെവലിലുള്ള വേവ് ഷീറ്റിന്റെ ഒക്കെ സൊല്യൂഷൻസ് കാണുന്ന പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാൽ പോലും നിങ്ങൾക്ക് ഇത് അറിയത്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അതിൽ നിന്നും കുറച്ച് മാർക്ക് കിട്ടുന്ന രീതിയിൽ നമ്മൾ പാർട്ട് എയും പാർട്ട് ബിയും സെറ്റ് ആക്കി തരുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതാണ് നമ്പർ. ഇതിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. എന്നാൽ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ് എങ്ങനെയാണെന്ന് കാണിക്കാനായിട്ട് ഞാൻ ചെറിയൊരു സെഷൻ ഞാൻ എടുത്തു കാണിക്കാം. നമ്മുടെ മൊഡ്യൂൾ 3-ലെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ക്ലാസ് എടുത്തു തരുന്നത്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് S3 മാത്തമാറ്റിക്സ് MAT 201-ന്റെ മൊഡ്യൂൾ 3-ലെ ഒരു ചെറിയൊരു ടോപ്പിക്കാണ്. ഇപ്പൊ നമ്മൾ കോംപ്ലക്സ് അനാലിസിസ് ആണ് മൊഡ്യൂൾ 3 മുതൽ പഠിക്കുന്നത്. അതിൽ ആദ്യം നമ്മൾ കോംപ്ലക്സ് ഫംഗ്ഷൻസിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. കോംപ്ലക്സ് ഫംഗ്ഷന്റെ ജനറൽ ആയിട്ടുള്ള ഫോം എന്ന് പറയുന്നത് W is equal to f of z is equal to u of xy plus I into v of xy എന്നാണ് എഴുതുന്നത്. ഓർ ജനറലി നമുക്ക് എങ്ങനെ എഴുതാം? ജനറലി നമ്മൾ f of z is equal to u plus iv എന്ന് എഴുതാം. ഇതിനകത്ത് ഈ യുവിനെ നമ്മൾ റിയൽ പാർട്ട് എന്നും വിനെ നമ്മൾ ഇമാജിനറി പാർട്ട് എന്നുമാണ് പറയുന്നത്. ഇമാജിനറി പാർട്ട്. ഓക്കെ. അപ്പൊ നമ്മൾ നേരത്തെ സ്കൂളിൽ പഠിക്കുന്നതാണ് കോംപ്ലക്സ് നമ്പർ എന്താന്നൊക്കെ പഠിക്കുന്നതാണ്. അപ്പൊ കോംപ്ലക്സ് നമ്പർ അറിയാത്തവർക്ക് കോംപ്ലക്സ് നമ്പറിന്റെ ജനറൽ ആയിട്ടുള്ള ഫോം എന്താണ്? Z is equal to x plus iy ആണ്. Z is equal to x plus iy. ഇത് കോംപ്ലക്സ് നമ്പർ ആണ്. x plus iy. ഇതിനകത്ത് x എന്ന് പറയുന്നതാണ് റിയൽ പാർട്ട്, y ആണ് ഇമാജിനറി പാർട്ട്. ഇമാജിനറി പാർട്ടാണ് y എന്ന് പറയുന്നത്.
ഞാനിപ്പോ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാനൊരു എക്സാമ്പിൾ കോംപ്ലക്സ് നമ്പറിന്റെ ഒരു എക്സാമ്പിൾ എഴുതി കാണിക്കാം. Z is equal to 2 plus 3a എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ എന്ത് വരും? Z ബാർ ആണ് കോൺജുഗേറ്റ്. കോൺജുഗേറ്റ് എന്താ വരുന്നത്? 2 മൈനസ് 3 എന്ന്. അതായത് I വരുന്ന ടേമിന്റെ തൊട്ട് ഫ്രണ്ടിലെ സൈൻ ആണ് മാറ്റേണ്ടത് കോൺജുഗേറ്റ് കാണാനായിട്ട്. ഓക്കെ, ക്ലിയർ? I വരുന്ന ടേമിന്റെ തൊട്ട് ഫ്രണ്ടിലെ സൈൻ ആണ് മാറ്റേണ്ടത്. അതായത് Z is equal to -2 plus 3i എന്നാണ് നിങ്ങൾക്ക് ഒരു കോംപ്ലക്സ് നമ്പർ തരുന്നതെങ്കിൽ ഇതിന്റെ കോൺജുഗേറ്റ് കാണുക എന്ന് പറയുമ്പോൾ Z ബാർ എന്താ വരുന്നത്? -2 മൈനസ് 3i ആണ്. ഓക്കെ, ക്ലിയർ? അതായത് I സൈൻ ഉള്ളതിന്റെ I വരുന്നതിന്റെ തൊട്ട് ഫ്രണ്ടിലെ സൈൻ. I എന്ന് പറയുന്നത് എന്താണ്? I വരുന്ന തൊട്ട് ഫ്രണ്ടിലെ സൈൻ പോസിറ്റീവ് അല്ലേ? അതാണ് നമ്മൾ മാറ്റേണ്ടത് കോൺജുഗേറ്റ് കാണാനായിട്ട്. ഓക്കെ, ക്ലിയർ? ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിക്കുന്ന കാര്യങ്ങളാണ്, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾക്ക് ഇവിടെ കോംപ്ലക്സ് ഫംഗ്ഷൻസ് ആണ് പഠിക്കാനുള്ളത്. എഫ് ഓഫ് എസ് ഈസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി എന്ന് പറയുന്ന ഫോമിൽ വരുന്നതാണ് കോംപ്ലക്സ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ തന്നിട്ട് അതിന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കാണുന്ന പ്രോബ്ലംസ് നമുക്ക് എക്സാമിന് ചോദിച്ചേക്കാം. എ പാർട്ടിലായിരിക്കും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. നമുക്ക് അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാം. കുറച്ച് പ്രോബ്ലംസ് അതിന്റെ ഒന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ. അപ്പൊ ഇതിനകത്തുള്ള റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങൾക്കറിയാം ഇസഡ് എന്ന് പറയുന്നത് എന്താണെന്നറിയാം? എക്സ് പ്ലസ് ഐ വൈ എന്നറിയാം. അപ്പൊ അതിന്റെ സ്ക്വയർ, അതായത് എ പ്ലസ് ഐ ബി ദ ഹോൾ സ്ക്വയർ. അപ്പൊ എന്ത് വരുന്നു? എ സ്ക്വയർ പ്ലസ് എന്ത് വരുന്നു? 2xy പ്ലസ് ഐ വൈ ദ ഹോൾ സ്ക്വയർ. അതായത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമിലാണ് ചെയ്യുന്നത്. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് ഈ ഐ വൈ ദ ഹോൾ സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? ഞാൻ ഇവിടെ സൈഡിലായിട്ട് എഴുതി കാണിക്കാം. ഐ വൈ ദ ഹോൾ സ്ക്വയർ. ഐ വൈ ദ ഹോൾ സ്ക്വയർ എന്ന് എന്താ വരുന്നത്? ഐ സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയർ എന്ന് വരില്ലേ? ഐ സ്ക്വയറിന്റെ വാല്യൂ എന്താണ്? -1 ആണ്. അപ്പൊ -1 ഇൻറ്റു വൈ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് വൈ സ്ക്വയർ എന്ന് കിട്ടും. അത് ഞാൻ ഇവിടെ എഴുതുവാണ്, മൈനസ് വൈ സ്ക്വയർ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എഴുതുമ്പോൾ അപ്പൊ ഞാൻ ഇത് ഒന്ന് അറേഞ്ച് ചെയ്ത് അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 2xy മൈനസ് വൈ സ്ക്വയർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് എന്താ? റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് ഐഡന്റിഫൈ ചെയ്യാമെന്ന് പറഞ്ഞേക്കുന്നത്. റിയൽ പാർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഐ ഇല്ലാത്ത ടീം. ഇമാജിനറി പാർട്ടിനകത്ത് എന്താണ്? ഐ ഉണ്ട്, കണ്ടോ? ഐ ഉള്ള ടീമിനെയാണ് ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ റിയൽ പാർട്ട് എല്ലാം കൂടെ ഒന്നിച്ച് എഴുതണം. അപ്പൊ റിയൽ പാർട്ട് ഇവിടെ എന്തൊക്കെയുണ്ട്? ഒരു എക്സ് സ്ക്വയർ ഉണ്ട്, ഒരു മൈനസ് വൈ സ്ക്വയർ ഉണ്ട്. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് 2xy. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? റിയൽ പാർട്ട് എന്ന് പറയുന്നത് എന്താണ് കിട്ടുന്നത്? യു ഓഫ് എക്സ് വൈ എന്ത് കിട്ടുന്നു? യു ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇതാണ് റിയൽ പാർട്ട്, ഐ ഇല്ലാത്ത ടൈം. ഇമാജിനറി പാർട്ട് എന്താണ്? ബി ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു ഐ ഉള്ള ടൈം. ഐ ഉള്ള ടൈം ഏതാണ്? 2xy ആണ് വരുന്നത്. അപ്പോൾ 2xy എന്ന് എഴുതാൻ പറ്റും. ഈ ഫോം എങ്ങനെ കിടക്കുന്നത്? ഈ ഫോം എന്ന് പറയുമ്പോൾ യു പ്ലസ് ഐ വി ഫോമിലാണ് കിടക്കുന്നത്. അതിൽ നിന്നും യുവിന്റെ സ്ഥാനത്ത് കിടക്കുന്നതാണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത്, ബിയുടെ സ്ഥാനത്തുള്ളതാണ് ഈ എഴുതിയേക്കുന്നത്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഞാൻ മറ്റൊരു പ്രോബ്ലം ചെയ്ത് കാണിക്കാം. നെക്സ്റ്റ് പ്രോബ്ലം, എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ഇസഡ്. ഇതിന്റെ റിയൽ പാർട്ടും ഫൈൻഡ് റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട്. ഫൈൻഡ് റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ഇസഡ് എന്നാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ നമുക്ക് എന്താ അറിയാവുന്നേ? നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ അറിയാം. എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു എന്താ വരുന്നത്? എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ഇ റേസ് ടു ഇസഡ് എന്താണ്? എക്സ് പ്ലസ് ഐ വൈ ആണല്ലോ. അപ്പൊ നമുക്കറിയാം ഇ റേസ് ടു എ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഇ റേസ് ടു എ ഇൻറ്റു ഇ റേസ് ടു ബി എന്ന് എഴുതാമല്ലോ. അപ്പൊ നമുക്ക് ഇ റേസ് ടു എക്സ് പ്ലസ് ഐ വൈനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു ഐ വൈ എന്ന് എഴുതാം. അപ്പൊ ഞാൻ അങ്ങനെ എഴുതുവാണ്, ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു ഐ വൈ എന്ന് സ്പ്ലിറ്റ് ആക്കി എഴുതി. ഇനി നിങ്ങൾക്കറിയാം ഇ റേസ് ടു ഐ തീറ്റ എന്താണെന്ന് അറിയാം. ഇ റേസ് ടു ഐ തീറ്റ എന്താണ്? കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഈ ഇക്വേഷൻ ഒക്കെ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കേണ്ടതാണ്, എങ്കിൽ മാത്രമേ നമുക്ക് പ്രോബ്ലം എഴുതാൻ പറ്റൂ. അപ്പൊ ഇ റേസ് ടു ഐ തീറ്റ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ആകുമ്പോൾ ഇ റേസ് ടു ഐ വൈ എന്താകും? കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ എന്നാകും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? വിച്ച് ഈസ് ഈക്വൽ നമ്മൾ ആ ഇ റേസ് ടു എക്സ് നമ്മൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. ഇ റേസ് ടു എക്സ് നമ്മൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് ഐ ഇൻറ്റു ഇ റേസ് ടു എക്സ് സൈൻ വൈ എന്ന് നമുക്ക് ആൻസർ കിട്ടും.
ഓക്കെ, അപ്പോൾ നമുക്കിനി എന്ത് എഴുതാം? നമുക്ക് റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് എഴുതാം. റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് എങ്ങനെ എഴുതാം? റിയൽ പാർട്ട് u of xy is equal to i ഇല്ലാത്ത ടൈം എന്താ വരുന്നത്? e raised to x cos y. അപ്പൊ എഴുതാം e raised to x cos y. ഇമാജിനറി പാർട്ട് എന്താ? i ഉള്ള ടൈം എന്ത് കിട്ടുന്നു? e raised to x sin y എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിക്കുന്നുണ്ട്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ f of z is equal to, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് f of z is equal to sin z. ഇതിന്റെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് കണ്ടുപിടിക്കാം. നമുക്ക് എന്ത് എഴുതാം? സൈൻ ഇസഡിന്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് ഐ വൈ എന്ന് എഴുതാം. അപ്പൊ നമ്മൾ പണ്ട് പഠിക്കുന്നുണ്ട് സൈൻ ഓഫ് എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താണ്? സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ആണ്. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ എഴുതുക കോസ് ഓഫ് എ പ്ലസ് ബി എന്ന് പറയുന്നത് കൂടെ എഴുതി വെക്കുക. കോസ് ഓഫ് എ പ്ലസ് ബി എന്ന് പറയുന്നത് കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി ആണല്ലോ. നമുക്കിവിടെ ആവശ്യമുള്ള എന്താ? സൈൻ ഓഫ് എ പ്ലസ് ബി എന്താ? സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? സൈൻ എ അതായത് എക്സ്. ഇവിടെ നോക്കുക, ഇവിടെ എങ്ങനെ കിടക്കുന്നേ? ഇത് എ ആണ്, ഇത് ബി ആണ്. അപ്പൊ അങ്ങനെ വേണം എഴുതാം കേട്ടോ. അപ്പൊ സൈൻ എയുടെ അവിടെ എന്ത് എഴുതും? സൈൻ എക്സ്. അടുത്ത് എന്താണ്? കോസ് ബി. അപ്പൊ കോസ് ഐ വൈ. ഐ വൈ എന്ന് പറയുന്ന ഒരു ടൈമാണ്. കോസ് ഓഫ് ഐ വൈ പ്ലസ് കോസ് എക്സ്. അപ്പൊ കോസ് എക്സ് സൈൻ ഐ വൈ. ഓക്കെ, ക്ലിയർ? ഇത്രയൊക്കെയാണ്. ഇനി നമ്മൾ പണ്ട് പഠിക്കുന്നതാണ് സൈൻ ഓഫ് ഐ വൈനെ നമുക്ക് എങ്ങനെ എഴുതാം? ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ആയിട്ട് എഴുതാം. സൈൻ ഓഫ് ഐ വൈ എന്ന് പറയുന്നത് ഐ സൈൻ എച്ച് വൈ ആണ്. ഐ സൈൻ എച്ച് വൈ എന്നും കോസ് ഓഫ് ഐ വൈ എന്ന് പറയുന്നത് കോസ് എച്ച് വൈ ആണ്. കോസ് എച്ച് വൈ ആണ്. അപ്പൊ കോസ് ഐ വൈയുടെ സ്ഥാനത്ത് കോസ് എച്ച് വൈയും സൈൻ ഐ വൈയുടെ സ്ഥാനത്ത് ഐ സൈൻ എച്ച് വൈയും കൊടുക്കുവാണ്. എന്ത് എഴുതുന്നു? സൈൻ എക്സ് ഇൻറ്റു കോസ് എച്ച് വൈ പ്ലസ് കോസ് എക്സ് ഇൻറ്റു സൈൻ ഐ വൈ എന്താ? ഐ സൈൻ എച്ച് വൈ. അപ്പൊ ഐ ഞാൻ ആദ്യം എഴുതുന്നത് ഐ ഇൻറ്റു സൈൻ എച്ച് വൈ എന്ന് എഴുതും. അപ്പൊ നമുക്ക് മനസ്സിലായി റിയൽ പാർട്ട് എന്താണ്? ഐ ഇല്ലാത്ത ടൈം. അപ്പൊ റിയൽ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ റിയൽ പാർട്ട് നേണ്ട കിടക്കുന്നു, ഇമാജിനറി പാർട്ട് നേണ്ട ഐ ഉള്ള ടൈം. അപ്പൊ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? റിയൽ പാർട്ട് യു ഓഫ് എക്സ് കോമ വൈ ഈസ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? സൈൻ എക്സ് കോസ് എച്ച് വൈ. വി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എന്ത് എഴുതാൻ പറ്റും? വി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ കോസ് എക്സ് സൈൻ എച്ച് വൈ എന്ന് എഴുതാൻ പറ്റും. ഇതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. മറ്റേ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ നമുക്ക് പെട്ടെന്ന് കിട്ടുമായിരുന്നു. ഇനിയിപ്പോ നമുക്ക് കുറച്ച് വേറെ ഒരു ലെവലിലുള്ള ഒരു പ്രോബ്ലത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ റിയൽ പാർട്ട് ആൻഡ് imaginary part of the function f of z is equal to z square plus 3z. Find their values at z is equal to 1 plus 3i. Also find the values of f at z is equal to 1 plus 3i. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതെങ്ങനെ ചെയ്യാം? ഇവർ പറഞ്ഞേക്കുന്ന ഇതാണ്, നമുക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, എഫ് ഓഫ് ഇസഡ് തന്നിട്ടുണ്ട് അല്ലേ? എഫ് ഓഫ് ഇസഡ് ഇസഡ് സ്ക്വയർ പ്ലസ് 3z എന്നൊക്കെ തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ടും കാണണം. എന്നിട്ട് ആ റിയൽ പാർട്ടിനകത്തും ഇമാജിനറി പാർട്ടിനകത്തും ഈ പോയിന്റിലുള്ള വാല്യൂ കാണണം. ഓക്കെ, ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് 1 plus 3 എന്ന് പറയുന്ന വാല്യൂ കാണണം. അതേപോലെ തന്നെ ഓൾസോ ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എഫ് അറ്റ് ഇസഡ് ഈസ് ഈക്വൽ 1 plus 3.
അതായത് ഇത്രയേ ഉള്ളൂ. ആദ്യം നിങ്ങൾ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കാണണം. അതിനുശേഷം ഇസഡ് ഈസിക്കൽ 1+3 ഇസഡ് ഈസിക്കൽ 1+3 എന്ന് ഞാൻ ഇവിടെ സൈഡിൽ എഴുതുന്നു. ഇതിൽ നിന്നും നമുക്ക് എന്താണ് കിട്ടുന്നത്, എന്താണ് മനസ്സിലാകുന്നത്? നിങ്ങൾക്കറിയാം ഇസഡ് ഈസിക്കൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്നറിയാം അല്ലേ? കമ്പയർ ചെയ്യുമ്പോൾ എക്സ് ഈസിക്കൽ 1 എന്നും എഴുതാം, എക്സ് ഈസിക്കൽ 1 എന്നും എഴുതാം, വൈ ഈസിക്കൽ എന്തെന്ന് എഴുതാം, വൈ ഈസിക്കൽ എന്തെന്ന് എഴുതാം, 3 എന്നും എഴുതാം. ക്ലിയർ? അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് തന്നിട്ടുള്ള ഫംഗ്ഷന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കണ്ടുപിടിക്കുന്നു. അതിനകത്ത് എക്സിന്റെ സ്ഥാനത്ത് 1 കൊടുക്കണം, വൈയുടെ സ്ഥാനത്ത് 3 കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. ഇനി ഓൾസോ ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എഫ് അറ്റ് ഇസഡ് ഈസിക്കൽ ടു 1+3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് എഫ് ഓഫ് 1+3 കാണുക. ഡയറക്റ്റ് ഇസഡിന്റെ സ്ഥാനത്ത് നിങ്ങൾ 1+3 കൊടുക്കുന്നു. അതായത് ഇത് കണ്ടോ, ഈ എഫ് ഓഫ് ഇസഡിന്റെ സ്ഥാനത്ത് നമ്മൾ എഫ് ഓഫ് 1+3 കൊടുക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? 1+3i the whole square plus 3 into 1+3i എന്ന് കിട്ടുന്നു. ഓക്കെ, എന്നിട്ട് ഇത് സോൾവ് ചെയ്യുന്നു. ഞാനിപ്പോ ഇത് ഏറ്റവും അവസാനത്തെ സോൾവ് ചെയ്ത് കാണിക്കാം, അതിനുശേഷം നമുക്ക് മുകളിലോട്ട് പോകാം. ഇതിപ്പോ എഴുതിയത് കൊണ്ട് അങ്ങ് സോൾവ് ചെയ്ത് കാണിക്കുവാണേ. 1+3i the whole square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? 1 സ്ക്വയർ പ്ലസ്, അതായത് എ സ്ക്വയർ പ്ലസ് 2ab അല്ലെ, അതായത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമിലല്ലേ കിടക്കും. അപ്പൊ 2ab, അപ്പൊ 2i ഇൻറ്റു എ 1 ആണ്, ബി എന്താണ് 3i ആണ്. അപ്പൊ 6i പ്ലസ് 3i ദ ഹോൾ സ്ക്വയർ. 3i ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഇതിപ്പോ ഫസ്റ്റ് പ്രോബ്ലം ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്റ്റെപ്പ് എഴുതുന്നത്. 3i ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 into 3 9, 9 into i സ്ക്വയർ, ഐ സ്ക്വയറിന്റെ വാല്യൂ -1 ആണ്. അപ്പൊ -9 ആണ് ഇവിടെ വരുന്നത്. നമുക്കത് അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. പ്ലസ് ആ 3നെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 into 1 3 ആണ്, 3 plus 9i, 3 plus 9i. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഇതിന് നമ്മൾ സോൾവ് ചെയ്യണം. അപ്പൊ 1 plus 6i -9 പ്ലസ് 3 plus 9i, 3 plus 9i which is equal to നമുക്ക് എന്ത് കിട്ടുന്നു? which is equal to നമുക്ക് എന്ത് കിട്ടുന്നു? 1 plus, അതായത് റിയൽ പാർട്ടുകൾ നമ്മൾ നോക്കുന്നു. റിയൽ പാർട്ട് എന്തൊക്കെയാ? ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു -9 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട് അല്ലെ? അപ്പൊ 1 - 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നു? -8 എന്ന് കിട്ടുന്നു. -8 plus 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നു? -5 എന്ന് കിട്ടുന്നു. അപ്പൊ -5 പ്ലസ് ഇത് എന്താ? 6i ആണ്, ഐയുടെ ടൈം നോക്കുന്നു, 6i plus 9i. അപ്പൊ എന്ത് കിട്ടുന്നു? 15i എന്ന് കിട്ടുന്നു. 15. അപ്പൊ ഇതാണ് നമുക്ക് ലാസ്റ്റ് പാർട്ട്. ഇനി നമുക്ക് ഫസ്റ്റ് പാർട്ടിലേക്ക് പോകാം. റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കണ്ടുപിടിക്കണമല്ലോ. അപ്പൊ നമുക്ക് അതൊന്ന് ചെയ്യാം. നമുക്ക് ആദ്യം നമുക്ക് എഫ് ഓഫ് ഇസഡ് എഴുതാം. ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള എഫ് ഓഫ് ഇസഡ് എഴുതുന്നു. എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ പ്ലസ് 3z എന്ന് എഴുതും. ഇസഡിന്റെ സ്ഥാനത്തെല്ലാം നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് പ്ലസ് ഐ വൈ കൊടുക്കാം. അപ്പൊ കൊടുക്കുവാണേ, എക്സ് പ്ലസ് ഐ വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് 3 into x plus i y. ഓക്കെ, ഇനി ഇത് നമ്മൾ ഓപ്പൺ ആക്കുന്നു. നിങ്ങൾക്കറിയാം എക്സ് പ്ലസ് ഐ വൈ ദ ഹോൾ സ്ക്വയർ എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് 2xy എന്നറിയാം. നമ്മൾ തൊട്ട് മുകളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, തുടക്കത്തിലെ ക്വസ്റ്റ്യൻ എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ. അപ്പൊ അത് ഞാനിവിടെ എടുത്ത് എഴുതുന്നേ ഉള്ളൂ. ആ 3നെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3x പ്ലസ് 3y എന്ന് കിട്ടുന്നു. ക്ലിയർ ആണ്? ഇനി ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും സെപ്പറേറ്റ് ആയിട്ട് എഴുതും. റിയൽ പാർട്ട് എല്ലാം ഒന്നിച്ച് എഴുതിക്കേ. റിയൽ പാർട്ട് എന്ന് പറയുമ്പോൾ എന്തുണ്ട്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് 3x എന്ന് പറയുന്ന റിയൽ പാർട്ടാണ്. അപ്പൊ അത് ഒന്നിച്ച് എഴുതുന്നു. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് 3x ഒന്നിച്ച് എഴുതുന്നു. പ്ലസ് ഐ ഉള്ള ടൈം എല്ലാം ഒന്നിച്ച് എഴുതും. അപ്പൊ ഐ കോമൺ ആയിട്ട് എടുത്ത് ഐ എടുത്ത് വെളിയിലിട്ടു. ഐ ഉള്ള ഫസ്റ്റ് ടൈം എന്താണ്? 2xy അല്ലേ? അപ്പൊ 2xy നമ്മൾ ഒന്നിച്ച് എഴുതുന്നു. പ്ലസ് അടുത്ത ഐ ഉള്ള ടൈം ഏതാ? 3y എന്നാണ്. അപ്പൊ 3y നമ്മൾ എഴുതുന്നു. ഓക്കെ, ക്ലിയർ? അപ്പൊ നമുക്ക് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കിട്ടിയല്ലോ. അത് നമുക്കൊന്ന് എഴുതാം. u ഓഫ് xy ഈസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് 3x എന്നും v ഓഫ് xy എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടുന്നു? അതായത് ഇമാജിനറി പാർട്ട് എന്ത് കിട്ടുന്നു? 2xy പ്ലസ് 3y എന്നും കിട്ടുന്നു. 3y എന്നും കിട്ടുന്നു. ക്ലിയർ ആണ്? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ അടുത്ത് അവർ പറഞ്ഞിട്ടുണ്ട്
ഫൈൻഡ് ദെയർ വാല്യൂസ് അറ്റ് z is equal to 1 plus 3 എന്ന്. അപ്പോൾ z is equal to 1 plus 3i ൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന എന്താണ്? x is equal to 1 എന്ന് കിട്ടും അല്ലേ? z is equal to x plus iy കമ്പയർ ചെയ്ത് ഞാൻ മുകളിൽ എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ x is equal to 1 എന്നും y is equal to നിങ്ങൾക്ക് കിട്ടിയിരുന്നത്, ഒരു സെക്കൻഡ്, y is equal to എന്താ കിട്ടിയത്? 3 എന്നും അല്ലേ കിട്ടിയത്? y is equal to 3. അപ്പോൾ നമുക്ക് കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ള u of xy ക്കകത്തും v of xy ക്കകത്തും ഈ പോയിന്റുകളൊക്കെ കൊടുക്കാൻ പോവാണ്. അപ്പോൾ u of 1,3 is equal to എന്ത് കിട്ടുന്നു? 1 സ്ക്വയർ അല്ലേ? 1 സ്ക്വയർ, അത് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 അല്ലേ? 1 മൈനസ് y സ്ക്വയർ. y സ്ക്വയർ എന്താണ്? 3ന്റെ സ്ക്വയർ. 3ന്റെ സ്ക്വയർ 9 ആണ്. പ്ലസ് 3 into 1, 3 വന്നു. വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു? വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുന്നത്? -8 + 3 -5 എന്നാണ് കിട്ടുന്നത്. ക്ലിയർ ആണ്? ഓക്കെ ആണ്? ഓക്കെ അല്ലേ? ഇനി അടുത്തായിട്ട് നമുക്ക് എന്താ ചെയ്യുന്നത്? അടുത്തതായിട്ട് നമ്മൾ v of xy കാണുന്നു. അതായത് v of 1,3. v of 1,3 എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? 2xy plus 3y എന്നല്ലേ? അപ്പോൾ 2 into x എന്താണ്? 1 ആണ്. y എന്താണ്? 3 ആണ്. അപ്പൊ 2 into 1 into 3 6 എന്ന് കിട്ടുന്നു. 6 plus 9, 3 into 3 9. അപ്പൊ എന്ത് കിട്ടുന്നു? 15 എന്ന് കിട്ടുന്നു. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? u plus ib എന്ന് പറയുന്ന ഫോമിൽ എഴുതി കഴിഞ്ഞാൽ എങ്ങനെ കിട്ടുന്നു? u plus ib f of z is equal to u plus ib ഫോമിൽ എഴുതിയാൽ എന്താണ് കിട്ടുന്നത്? u എന്ന് പറയുന്നത് നമുക്ക് -5 എന്നും കിട്ടിയിട്ടുണ്ട്. -5 പ്ലസ് iv അല്ലേ? iv i into v എന്താ ഇപ്പൊ കിട്ടിയത്? 15. ഇത് തന്നെയല്ലേ നമുക്ക് മുകളിൽ കിട്ടിയിട്ടുള്ളത്? നോക്കിക്കേ, നിങ്ങൾ നോക്കിയേ, എഫ് ഓഫ് ഇസഡ് നിങ്ങൾ കണ്ടുപിടിച്ചപ്പോഴും ഇതേ ആൻസർ അല്ലേ കിട്ടിയത്? എന്നെ നോക്കൂ, രണ്ട് സെയിം അല്ലേ? സെയിം ആണ് കിട്ടേണ്ടത്. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നോക്കേണ്ടതാണ്. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പാർട്ടിൽ ചെറിയ മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനകത്ത് നമുക്ക് മൊഡ്യൂൾ 3ക്കകത്ത് പാർട്ട് ബിയിൽ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കേണ്ടത് കണ്ടിന്യൂറ്റി, അതേപോലെ തന്നെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, നോട്ട് ഡിഫറൻഷ്യബിൾ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ഹാർമോണിക് കോൺജുഗേറ്റിന്റെ പ്രോബ്ലം, പിന്നെ നമ്മൾ ഇതിനകത്ത് തന്നെ കൺഫോർമൽ മാപ്പിംഗ് പഠിക്കുന്നത്. അപ്പൊ ഈ കൺഫോർമൽ മാപ്പിങ്ങിനകത്ത് നിങ്ങൾക്ക് പ്രധാനമായിട്ടും W = Z² ഇതിന്റെ പ്രോബ്ലം ആണ് വരുന്നത്. പിന്നെ കൺഫോർമൽ മാപ്പിംഗ് കുറച്ച് മാപ്പിംഗ് ഉണ്ട്. W = sin z ആണെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. W = Z², e⁻z 1/z sin z, അങ്ങനെയൊക്കെയുള്ള ട്രാൻസ്ഫോർമേഷൻസ് നിങ്ങൾ പഠിക്കണം. അതിന്റെ പ്രോബ്ലംസും പഠിക്കണം. പാർട്ട് ബിയിലാണ് ഇതൊക്കെ ചോദിക്കുന്നത്. പിന്നെ കോഷീസ് റൈമാൻ ഇക്വേഷന്റെ പ്രോബ്ലം ചോദിക്കും. പിന്നെ W = log z, W = e⁻z, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ട് അത് അനലിറ്റിക് ആണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ എ പാർട്ടിൽ ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഫൈൻഡ് റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും എ പാർട്ടിൽ ചോദിക്കുന്നുണ്ട്. ഇത്രയൊക്കെയാണ് മൊഡ്യൂൾ 3ക്കകത്തുള്ള മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ നമ്മുടെ ക്ലാസ് എങ്ങനെയാണെന്ന് കാണിക്കാനായിട്ട്, അതായത് നമ്മളൊരു ക്രാഷ് കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇങ്ങനെ ബോർഡിൽ എഴുതിയിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഓരോ പ്രോബ്ലംസും നമ്മൾ ബോർഡിൽ എഴുതുന്നു, അതിന്റെ ആൻസർ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ആർക്കെങ്കിലും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ 15-ാം തീയതിക്കുള്ളിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.